ലഹരി വിമുക്ത ചികിത്സയ്ക്കായി ജൂൺ 8-നാണ് പ്രസന്നകുമാറിനെ നൂറനാട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ഇദ്ദേഹം മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. ആശുപത്രിയിലെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയ വിശദീകരണം. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പ്രസന്നകുമാറിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. 100 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള ആളാണ്. എൻ്റെ നെഞ്ചിനൊപ്പം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ടവൽ റെയിലിൽ അദ്ദേഹത്തിൻ്റെ മുണ്ടിൻ്റെ ഒരറ്റം കീറി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ കാണുമ്പോൾ ജീവനുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവരും അവിടുത്തെ ബാക്കി പേഷ്യൻസിനെയും കൂട്ടിയിട്ടാണ് അഴിച്ച് കിടത്തിയതെന്ന് പറഞ്ഞു. പക്ഷേ ജീവനുണ്ടായിരുന്ന ഒരാളിനെ അഴിച്ച് അവിടെ തന്നെ കിടത്തിയിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. അവിടെ കട്ടിൽ തന്നെ കിടത്തിയത്. അങ്ങനെയാണെങ്കിൽ അവരുടനെ അതിന് അടിയന്തര ചികിത്സ കൊടുക്കാൻ അവിടെ നിന്ന് കൊണ്ടുപോകണമായിരുന്നു. അത് കൊണ്ടുപോയിട്ടില്ല. ആശുപത്രി അധികൃതരുടെ നിലപാട് സംശയകരമാണെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയതായും ബന്ധുക്കൾ പറഞ്ഞു. നിലവിൽ തിരുവനന്തപുരം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായിരുന്നു പ്രസന്നകുമാർ. തിരുവനന്തപുരം RDO ആയും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലിംരാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ ഇദ്ദേഹം വകുപ്പുതല അന്വേഷണം നേരിട്ടിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.